Type 5 construction. Construction of a line of length root x centimeters. Root x centimeter നീളത്തിലുള്ള ഒരു വര വരയ്ക്കുന്ന രീതി. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തതാണ്. നമ്മൾ സ്ക്വയർ വരച്ച സമയത്ത് അതിൻ്റെ ഒരു സൈഡ് റൂട്ട് 10 റൂട്ട് 15 ഒക്കെ വന്നിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഈ ഭാഗത്തുള്ള ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഫൈൻഡ് ദ 2 ഫാക്ടേഴ്സ് ഓഫ് എക്സ്. റൂട്ട് എക്സ് എന്ന് വന്നാൽ എക്സ് എന്താണ്, എക്സിന്റെ സ്ഥാനത്ത് തരുന്ന സംഖ്യ ഏതാണോ അതിന്റെ 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, 2 ഘടകങ്ങൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ draw a line of length equal to the sum of these factors and divide it in the measure of the factors. ഘടകങ്ങളുടെ തുകയുടെ നീളത്തിൽ ഒരു വര വരച്ച് സംഖ്യകളുടെ അളവിൽ വിഭജിക്കുക. സ്റ്റെപ്പ് 3, draw a semicircle with this line as diameter. ഈ വര വ്യാസമായി അർദ്ധവൃത്തം വരയ്ക്കുക. സ്റ്റെപ്പ് 4, from the point of division draw a perpendicular to meet the circle. The length of this perpendicular will be root x centimeter. വരയെ മുറിച്ച ബിന്ദുവിൽ നിന്നും ലംബം വരച്ച് അർദ്ധവൃത്തത്തിൽ മുട്ടിക്കുക. ഈ ലംബത്തിന്റെ നീളമായിരിക്കും റൂട്ട് എക്സ് സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റൂട്ട് എക്സ് സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. Draw a line of length root 7 centimeter. റൂട്ട് 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റൂട്ടിന്റെ ഉള്ളിലുള്ള നമ്പർ ഏതാന്ന് നോക്കാം. 7 ആണ്. 7 എന്നുള്ള നമ്പറാണ് റൂട്ടിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതായത് ഏതൊക്കെ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് 7 കിട്ടുക എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം 7 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. സോ അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം അതേ നമ്പറും ആണ്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി 1 and 7. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 1ന്റെയും 7ന്റെയും കൂടെ സമ്മ് കാണും. 1ഉം 7ഉം കൂട്ടിയാൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ഓക്കെ, പോയിന്റ് ഓഫ് ഡിവിഷൻ കണ്ടുപിടിക്കണം. അതായത് 1, 7 എന്ന നിലയിൽ ഈ ലൈനെ ഭാഗിക്കണം. 1 സെന്റിമീറ്റർ കഴിഞ്ഞ് നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം 7ഉം ഇവിടെ നിന്ന് ബാക്കിയുള്ളത് 1ഉമാണ്. ഓക്കെ, അതാണ് 8 സെന്റിമീറ്റർ ലെങ്ത് നമ്മൾ വരച്ചത്. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യും. ഈ ലൈനിന്റെ പകുതിയിൽ കൂടുതൽ നീളം എടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, നമുക്ക് ആ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? മിഡ് പോയിന്റ് കേന്ദ്രമാക്കി സെമി സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഓഫ് ഡിവിഷനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ മുകളിലേക്ക് സെമി സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കുക. ആ ലൈനിന്റെ ലെങ്ത് ആയിരിക്കും റൂട്ട് 7 സെന്റിമീറ്റർ. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 2 root 3 സെന്റിമീറ്റർ. 2 റൂട്ട് 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ഹോൾ നമ്പറാണ്. റൂട്ട് 3 ഒരു ഇറാഷണൽ നമ്പർ, റാഷണൽ നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ. അപ്പം അങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്കിങ്ങനെ വര വരയ്ക്കണമെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞ നമ്പറിനെ ഒരു റൂട്ടിന്റെ ഉള്ളിലാക്കണം. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാം? 2 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ റൂട്ടാണ്? 4ന്റെ റൂട്ടാണ് 2. ഓക്കെ, അപ്പൊ റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൂട്ട് 12. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ ഒരു നമ്പർ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ 2 root 3 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? റൂട്ട് 12ന് തുല്യമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ 2 root 6 തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും? 2നെ നമുക്ക് റൂട്ട് 4 എന്ന് എഴുതാം. റൂട്ട് 6 അങ്ങനെ തന്നെ
√4 ഇൻറ്റു √6 എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ് അതൊക്കെ. 4 ഇൻറ്റു 6 24. അപ്പം 2√6 വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ വരയ്ക്കേണ്ടത്? √24 ആണ്. പ്രത്യേകം ഓർക്കണത് 2√3 എന്ന് പറഞ്ഞ് നമുക്ക് വരയ്ക്കേണ്ടത് √12 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 12ന്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കുക. 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 112 എടുക്കാം, 62 എടുക്കാം, 43 എടുക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഒരു കാര്യം ചെയ്യാം, 43 എടുക്കാം. 43 ആണ് എടുക്കുന്നതെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടണം. 4ഉം 3യും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 7 കിട്ടും. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു വര വരയ്ക്കും. അതിനിപ്പോൾ തന്നെ ഡിവൈഡ് ചെയ്യണം 4ഉം 3യും ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് 3 മാറ്റി നമുക്ക് പോയിന്റ് ഇടും. അപ്പോൾ ബാക്കി 4. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ലൈനെ നമ്മൾ ബൈസെക്ട് ചെയ്തു. ഈ ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക, ബൈസെക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ആ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ആ മിഡ് പോയിന്റ് കേന്ദ്രമായി ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ആദ്യം കണ്ടുപിടിച്ച പോയിന്റ് ഓഫ് ഡിവിഷനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ സെമി സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കും. ഈ ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും 2√3 സെൻറ്റിമീറ്റർ. കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് സൈഡ് √10 സെൻറ്റിമീറ്റർ. √10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം നിർമ്മിക്കും. അപ്പം നമുക്ക് √10 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലൈൻ വരച്ചാൽ ആ ലൈൻ ഒരു സൈഡാക്കി നമുക്ക് സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ √10 എന്ന് പറയുമ്പോൾ 10ന്റെ ഫാക്ടേഴ്സ് എടുക്കണം. 10ന്റെ ഫാക്ടേഴ്സ് നമുക്ക് ഓർമ്മയിലേക്ക് ആദ്യം വരിക 5ഉം 2ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 × 2 10 ആണ്. അപ്പോൾ 5ഉം 2ഉം നമുക്ക് ഫാക്ടേഴ്സ് എടുക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 7 ആണ്. സോ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളൊരു വര വരയ്ക്കും. ഓക്കെ, ഈ സെൻറ്റിമീറ്ററിൽ ഈ 7 എന്ന് വരച്ച സെൻറ്റിമീറ്ററിൽ നമ്മൾ പോയിന്റ് ഓഫ് ഡിവിഷനും കൂടെ കണ്ടുപിടിക്കാം. 5, 2 എന്ന രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 മാറി ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് പോയിന്റ് ഓഫ് ഡിവിഷൻ. ഇനി നമുക്ക് ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യും. മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. മിഡ് പോയിന്റ് സെൻറ്റർ ആക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, പോയിന്റ് ഓഫ് ഡിവിഷനിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ സെമി സർക്കിളിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ പെർപെൻഡിക്കുലർ വരയ്ക്കും. ഈ ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും √10 സെൻറ്റിമീറ്റർ. സോ ഇതൊരു വശമായ സമചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആ ലെങ്ത് എത്രയാണെന്ന് കോമ്പസിൽ മെഷർ ചെയ്യാം. ഒരു സ്ക്വയർ പൂർത്തിയാക്കുക.
ഈ സ്ക്വയറിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഒരു സൈഡ് √10 ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും.